ഇപ്പോൾ അലക്സ് പറയുന്നു ഇവിടെ ആനകൾ പെറ്റുപെരുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ പറയുന്നു എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പല വന്യജീവികളെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട്. ഞാൻ ആ തർക്കത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായി എണ്ണം കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അർത്ഥമില്ല. ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ആരുടെ കയ്യിലുമില്ല. ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, റേഡിയോ കോളർ വെച്ച ഒരു ആന എങ്ങനെയാണ് നാഗർഹോളയിൽ നിന്ന് മാനന്തവാടിയിൽ ഇത്ര ദൂരം എത്തിയത്? അപ്പം നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്, അത് ആ സംവിധാനം നമ്മൾ ഉപയോഗിച്ചോ. പിന്നെ പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോൾ നമുക്ക് ആനയാണെങ്കിൽ കൊല്ലാം, വേണമെങ്കിൽ വേറെ മനുഷ്യരാണെങ്കിൽ കൊല്ലാം എന്നൊക്കെ നമുക്ക് പറയാം, കുഴപ്പമാണെങ്കിൽ കൊല്ലാം എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം കൃത്യമായി നടപ്പാക്കാൻ വേണ്ട സംവിധാനം നമുക്ക് വേണം. ആ നിയമം ഏതെങ്കിലും തരത്തിൽ മനുഷ്യർക്ക് ഹാനികരമാണെങ്കിൽ അത് തിരുത്തണമെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ, ഒരു തർക്കമില്ല. പക്ഷേ വന്യജീവികൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശത്രുക്കളായിട്ടൊന്നും കാണുന്ന ഒരാളല്ല. കാരണം ഈ പ്രകൃതിയുടെ ഒരു ബാലൻസ് വെച്ച് അങ്ങനെ വേണമെങ്കിൽ അതിനു വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സംവിധാനം ഇവിടെ ഉണ്ടോ? അതിപ്പോൾ അലക്സിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നാണ്, ഞാൻ അതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമമുള്ളപ്പോൾ അവരോടെങ്ങനെ പെരുമാറണം, അതിനോടെങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമം അത് മനുഷ്യനോടുണ്ട്. ഇപ്പോൾ സ്ത്രീകളോട്, പെൺകുട്ടികളോടൊക്കെ മുമ്പ് നമ്മൾ പെരുമാറിയിരുന്ന മാതിരി ഇപ്പോൾ പെരുമാറി അതിൽ ക്രിമിനൽ കുറ്റമാണ്. കാരണം ഒരു 1960-ിലോ 1970-ിലോ 80-ിലോ നമ്മൾ പെരുമാറിയതല്ല ഇന്ന്. കാരണം മനുഷ്യൻ വ്യത്യാസപ്പെടുകയാണ്. അതുകൊണ്ട് അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനുവലിൻ്റെ കാര്യം. ആ മാനുവൽ എന്ന് പറയുന്നത് ഔദ്യോഗിക ഡോക്യുമെൻ്റാണ്. ഇവിടെ നേരത്തെ ഷംസാദ് മരിക്കാർ പറഞ്ഞ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ ഇത്രയും വൈകിയത്? അപ്പം നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. പ്രൊസീജിയർ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല. അതാര് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ കളക്ടർക്ക് വെടിവെച്ച് കൊല്ലാം, കളക്ടർക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിന് വേണമെങ്കിൽ ആനെ വെടിവെച്ച് കൊന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ കളക്ടർക്ക് കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടെന്ന് വയ്ക്കുക, അതാണ് റൂളെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ റൂളാവുണ്ട്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം. എന്തിനാ? ഒരാൾ ഉണ്ടെന്ന് പറയാം, ഒരാൾ ഇല്ല എന്ന് പറയാം. ഇത് രണ്ടും പറയുമ്പോൾ ഇവിടെ തീരുമാനമെടുക്കുന്നതിൽ പിന്നെയും നീണ്ടുപോവുകയാണ്. ഇല്ലാന്ന് DFO പറഞ്ഞിട്ടുണ്ട്. അലക്സ് സാറേ, നമ്മൾ തമ്മിൽ തർക്കിക്കാനല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പോയിന്റേ അതല്ല. എൻ്റെ പോയിന്റ് ഇപ്പം അന്ന് നിയമം ഉണ്ടെന്ന് പറയും, ഇവിടെ ഇന്നതുണ്ടെന്ന് പറയും, ഞാൻ ഇല്ല എന്ന് പറയും. ആ തർക്കം ഒരുപക്ഷെ ഇപ്പോൾ കോടതി ചെന്നപ്പോൾ എന്താണ് അരിക്കോമൻ്റെ കാര്യത്തിലുണ്ടായത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും നിങ്ങൾ വന്യജീവി നിയമത്തിൻ്റെ വൈൽഡ് ലൈഫ് ആക്ട് വെച്ച് പറഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ? വൈൽഡ് ലൈഫിനെ എപ്പോൾ കൊല്ലാം? അപ്പോൾ നാട്ടാനെ വെടിവെച്ച് കൊന്ന കേസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, വളർത്താനെ വെടിവെച്ച് കൊന്നിട്ടില്ലേ? കേരളത്തിൽ വെടിവെച്ച് കൊന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല, വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഉത്സവത്തിന് പണിയാൽ ആനെ വെടിവെച്ച് കൊന്ന അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല ചോദ്യം. എന്താണ് ക്ലിയർ ആയിട്ടുള്ള പ്രൊസീജിയർ? എന്താണ് നിയമം? എന്താണ് ഡാറ്റ? അതിനുള്ള സംവിധാനമുണ്ടോ? ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ഈ ചോദ്യത്തിന് മറുപടി പറയാത്തിടത്തോളം നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആന ഇറങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് കാലമായി തർക്കിച്ചുകൊണ്ടിരിക്കണം. ആനയുടെ എണ്ണം കൂടുതലാണ്, കുറേ ആനയെ വെടിവെച്ചു കൊന്നുകൊണ്ട് ആനയുടെ എണ്ണം കുറയോ? നമ്മൾ ഈ പറഞ്ഞ കണക്കിലൊന്നും അർത്ഥമില്ല. കാരണം കർണാടകയിൽ നിന്നുള്ള ആനയെ പെയ്യ് വന്നേക്കണേ, കേരളത്തിലുള്ള ആന പോലും അല്ല. അപ്പോൾ അവിടെ പ്രശ്നമുണ്ട്. എണ്ണ അല്ല പ്രശ്നം, പ്രൊസീജിയറാണ്, സയൻസ് ആണ്.